ഇന്നത്തെ ദിവസം ഞാനൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എന്തെല്ലാം കൺഫർമേഷൻസ് എടുത്തു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ആസ് ആൻ ഓപ്ഷൻ ബൈയിങ്ങിനെ വളരെ സിമ്പിൾ ആയിട്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പ്രൈസ് ആക്ഷനെ വളരെ സിമ്പിൾ ആയിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിനാണ് ശ്രമിക്കുന്നത്. അപ്പം വീഡിയോ ഒരുപാട് ലെങ്ത് ആവാത്ത രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇന്നലത്തെ ഒരു ട്രേഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കോൾ സൈഡിലാണ് ബയേഴ്സ് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കോൾ സൈഡിൽ ഓൾറെഡി PDHകൾ ബ്രേക്ക് ചെയ്ത് ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് കാണിച്ചത്. അതേസമയം പുട്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസത്തെ PDLകൾ താഴോട്ട് ബ്രേക്ക് ചെയ്ത് വരികയാണ്. അപ്പൊ ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഞാനൊരു അത്യാവശ്യം ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ആയിരുന്നു. അതിനെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ഇവിടെ ഒരു ബയേഴ്സ് സ്ട്രെങ്ത് നമ്മളെ കാണിച്ചു. അതേസമയം പുട്ട് സൈഡിലും ഇതായിരുന്നു PDL ഉണ്ടായിരുന്നത്. ഇൻ ദ മണി സ്ട്രൈക്കില് PDL താഴോട്ട് ബ്രേക്ക് ചെയ്യാനുണ്ടായിരുന്നത് അല്ലെ. അപ്പം പുട്ട് സൈഡിൽ ഓൾറെഡി ഡൗൺ ട്രെൻഡ് ആണ്, കൺഫർമേഷൻ തന്നു. അതായത് സെല്ലേഴ്സ് സ്ട്രോങ് ആണ് പുട്ടിലും, അതേപോലെ ബയേഴ്സ് കോൾ സൈഡിലുമാണ് സ്ട്രോങ് എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോൾ സൈഡിലായിരുന്നു എനിക്ക് വ്യൂ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കൺഫർമേഷന്റെ ഒപ്പം തന്നെ പ്രൈസിനെ ചെറുതായിട്ടൊന്ന് റീഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. അങ്ങനെ റീഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബയേഴ്സ് ആക്റ്റീവ് ആയതിനു ശേഷം ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് ബയേഴ്സ് ഇവിടെ വന്നാണ് സ്റ്റോപ്പ് ആയത്. അവിടെ നിന്നാണ് സെല്ലേഴ്സ് ചെറിയ രീതിയിൽ ആക്റ്റീവ് ആയത്. ആ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ട് പ്രൈസിനെ താഴെ ഒരു 87-88 വരെ കൊണ്ടുവന്നു. ശേഷം അവിടെ നിന്നാണ് രണ്ടാമത് ബയേഴ്സ് വീണ്ടും ആക്റ്റീവ് ആയിട്ട് ആദ്യം സെല്ലേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഏരിയ, അതായത് 110 എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ചെന്നപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് ഒരു റിജക്ഷൻ കാണിച്ചു. ചെറുതായിട്ട് അവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. വീണ്ടും പുതിയ പുതിയ ഹൈകൾ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് രാവിലെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഹൈയിലേക്കൊക്കെ എത്താൻ കാരണമായ ബയേഴ്സ് ബൈയിങ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് അല്ലെ. ആസ് ആൻ ഓപ്ഷൻ ബയർ എവിടെയാണോ നിൽക്കുന്നത്, ബയർ എവിടെയാണോ ശക്തി പ്രാപിച്ചത്, തിങ്ങിക്കൂടി നിൽക്കുന്നത്, അവിടെ നമ്മൾ നമ്മുടെ റിസ്ക് അനുസരിച്ച് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ ശ്രമിക്കുന്നത്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്നാണ് ബയേഴ്സ് ആക്റ്റീവ് ആയത്. അതിനുശേഷം ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് അവിടെ ഉണ്ടാക്കി, അതിനുശേഷം രാവിലെ ഉണ്ടാക്കിയ സെല്ലേഴ്സിനെ മുകളിലോട്ട് ബ്രേക്ക് ആയി. ഈ ഒരു ബയേഴ്സ് അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ടാണല്ലോ ഈ രാവിലെ ഉണ്ടായിരുന്ന ഇന്നലത്തെ PDHനെ ഓൾറെഡി ബ്രേക്ക് ചെയ്തു, ഇനി രാവിലെ ഉണ്ടായിരുന്ന സെല്ലേഴ്സിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയത്. അപ്പൊ ആ ഒരു ബയർ നിൽക്കുന്ന ലൊക്കേഷൻ, അതായത് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ കാരണമായ ബയർ നിൽക്കുന്ന ലൊക്കേഷൻ ഇവിടെയാണ്. അപ്പൊ അവിടെ നമുക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ഒരു റേഞ്ചിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങളൊരു ചെറിയൊരു ടൈം ഫ്രെയിം ഇട്ട് കുറച്ച് ബാക്കിലേക്കുള്ള ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ജൂലൈ 16th അതേപോലെ തന്നെ ജൂലൈ 21th തൊട്ട് മുന്നേ ഒക്കെ ആ ഒരു ഏരിയയിൽ എന്താണ് പ്രൈസ് പലതവണ വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്ത് പോയിട്ടുള്ള ലൊക്കേഷനാണ് അല്ലെ. അപ്പൊ നമ്മുടെ പ്രൈസ് ആക്ഷനകത്ത് പറയുന്നുണ്ട് സപ്പോർട്ട് മേ ആക്ട് ആസ് റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ റെസിസ്റ്റൻസ് മേ ആക്ട് ആസ് സപ്പോർട്ട് എന്നും പറയാറുണ്ട്. അപ്പൊ ആ ഒരു സപ്പോർട്ടിനെ ജൂലൈ 22-ന് താഴോട്ട് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് അതിനുശേഷം ഇന്നത്തെ ദിവസമാണ് ആ ഒരു പിന്നീട് എന്താണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പൊ ആ ഒരു റെസിസ്റ്റൻസിനെ സ്ട്രോങ് ആയിട്ട് ഇവിടെ ബ്രേക്ക് ഔട്ട് നടത്തിയത്. ഇവിടെ രാവിലെ ബ്രേക്ക് ഔട്ട് നടത്തി അല്ലെ. അപ്പൊ ആ ഒരു റെസിസ്റ്റൻസ് എന്താണ് സപ്പോർട്ടായിട്ട് കൂടി ആക്ട് ചെയ്യപ്പെട്ടേക്കാം അല്ലെ. അങ്ങനെ ആ ഒരു റെസിസ്റ്റൻസിനെ, അതായത് സപ്പോർട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ആ ഒരു റേഞ്ചും കൂടെ കണക്കാക്കിയിട്ടാണ് ഇവിടെ ഒരു ട്രേഡ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത്. വ്യക്തമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യാം. അപ്പൊ ഞാൻ ഇന്നൊരു ട്രേഡ് കൺസിഡർ ചെയ്തത് അപ്പൊ ഈ ഒരു കൺസോളേഷൻ റേഞ്ച് അത്യാവശ്യം നമുക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒരു റേഞ്ചാണ്. അതിന്റെ കാരണമാണ് ഞാനിപ്പോ പറഞ്ഞത്. അതേപോലെ തന്നെ ഈ ഒരു ഇവിടെയാണല്ലോ ബയേഴ്സ് ആക്റ്റീവ് ആയത്. അപ്പൊ ആ ഒരു അതേപോലെ തന്നെ ഓപ്പണിംഗ് ക്യാൻഡിലും ഈ ഒരു വിക്ക് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ ഇവിടം വരെ താഴോട്ട് പ്രൈസ് കൊണ്ടുവന്നിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് ഇത്രയും പോയത്. അപ്പൊ ആ ഒരു ഏരിയയിലൊക്കെ എന്താണ് ബയേഴ്സ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പൊ ഞാൻ ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിന് താഴെ SL വെച്ചിട്ടാണ് ഒരു 10 to 12 പോയിന്റ് SL കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ എൻട്രി ഫിക്സ് ചെയ്തത്. എൻട്രി ഒരു 98-ൽ ഫിക്സ് ചെയ്തു. ഒരു 113 വരെയുള്ള ഒരു ടാർജറ്റ്, 113, 114, 114 വരെയുള്ള ടാർജറ്റ് രാവിലെ ഞാൻ ബുക്ക് ചെയ്തു മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയാണ് ഞാൻ എടുത്ത കൺഫർമേഷൻ. ഇങ്ങനെയാണ് ഞാൻ ചാർട്ട് റീഡ് ചെയ്തത്. അപ്പൊ ഇതിലും കുറച്ചുകൂടി കൺഫർമേഷൻ ഞാൻ ഇതിൽ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അത് വീഡിയോയിൽ ഫുൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്തി ആയി പോകും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.